ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ചില വ്യക്തികൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന് മുട്ടിത്തിരിയുമ്പോൾ അവർ പറയും, ഈ വാതിലടഞ്ഞാൽ പോട്ടെ, ഭഗവാൻ നമുക്ക് വേണ്ടി വേറെ വാതിൽ കരുതി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ അവർ അടഞ്ഞ വാതിലിന് മുന്നിൽ നിൽക്കാതെ പുതിയ അവസരങ്ങൾ നോക്കി പ്രവർത്തിക്കും. വിജയം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അവർ പറയും, ഭഗവാൻ നമുക്കുള്ള വാതിൽ തീർച്ചയായും എന്നും തുറന്നു വയ്ക്കും. അത് അന്വേഷിക്കുക, പ്രവർത്തിക്കുക മാത്രമേ വേണ്ടൂ. അങ്ങനെ ജീവിതയാത്രയിൽ ഉത്സാഹഭരിതരായി മുന്നോട്ട് പോകുന്ന കുറേ ആളുകളെ കാണാൻ പറ്റും. അതേസമയം മറ്റു ചിലർ, ഈശ്വരൻ എനിക്ക് വേണ്ടി വാതിലൊന്നും തുറക്കുന്നില്ല, എത്ര ഞാൻ പരിശ്രമിച്ചിട്ടും എനിക്ക് വിജയം കിട്ടുന്നില്ല, ഭഗവാൻ എൻ്റെ നേരെ കണ്ണടച്ചിരിക്കുകയാണ്, എന്തോ പാപത്തിനടിമയായിരിക്കുകയാണ് ഞാൻ, എനിക്ക് എന്തോ നഷ്ടങ്ങൾ മാത്രമാണ്, ഇങ്ങനെയൊക്കെ വിഷമിച്ച് പരാതിപ്പെട്ട് നിൽക്കുന്നത് കാണാം. സത്യത്തിൽ ഈശ്വരൻ ആരുടെ നേരെയും വാതിലടയ്ക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ സങ്കടപ്പെട്ട് പരാതിപ്പെടുന്ന വ്യക്തികൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ വാതിൽ അടച്ചിരിക്കുകയാണ്. അടഞ്ഞ വാതിലിന് മുന്നിൽ അത് അടച്ചതിന് നോക്കി നിന്ന് വിലപിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. മറിച്ച് അതിന് അപ്പുറം ഭഗവാൻ തുറന്നു വെച്ച വാതിൽ എന്താണെന്ന് അവർ നോക്കുന്നില്ല, പരിഹാരം എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ഒരു നിമിഷം കടന്നു പോയി കഴിഞ്ഞാൽ ആ നിമിഷം കടന്നുപോയി. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ആ തോൽവി സംഭവിച്ചു. പക്ഷേ അതിനെക്കുറിച്ചോർത്ത് പാശ്ചാത്തപിച്ച് ചിന്തിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഈശ്വരനോട് കുറ്റങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവനവൻ്റെ പാപത്തെ പഴിച്ച് സമയം പാഴാക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. ഇതിനു മുന്നേ ഭഗവാൻ എനിക്ക് വിജയം തന്നിരിക്കുന്നു, എല്ലാ വാതിലും എനിക്ക് ഭഗവാൻ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തികൾക്കും അവർക്കും തോൽവി സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ്? അടഞ്ഞ വാതിലിനെ കുറിച്ച് ചിന്തിക്കാതെ അടുത്ത വാതിലിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാൻ തന്ന വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആനന്ദിക്കാൻ സാധിക്കുന്നു. അഥവാ ഭഗവാൻ അവർക്ക് വേണ്ടി അനുയോജ്യമായി തുറന്നു വെച്ച വാതിൽ ഏതാണോ അതവർ കണ്ടുപിടിക്കുന്നു. രണ്ടാമത് പറയുന്ന കൂട്ടർ എന്താണ് ചെയ്യുന്നത്? അവരൊരു പ്രാവശ്യം ഒരു തോൽവി സംഭവിക്കുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ആ തോൽവിയെക്കുറിച്ചോർത്ത്, അവസരം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോർത്ത് അടഞ്ഞ വാതിലിന് മുന്നിൽ നോക്കി നിന്ന് കരയുകയാണ്. അതുകൊണ്ട് തോൽവി എല്ലാവർക്കും സംഭവിക്കും. അത് തോൽവിയെ നിങ്ങൾ നോക്കി നിൽക്കരുത്. ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ ഫ്രഷ് ആക്കൂ. ബി പോസിറ്റീവ്. ദിസ് ടൈം ഫോർ യു. സക്സസ് നിങ്ങൾക്കുള്ളതാണ്. മനസ്സിൻ്റെ വാതിൽ അടയ്ക്കാതിരിക്കെ ഭഗവാൻ എപ്പോഴും വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. ഓം ശാന്തി.